ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഷീൻസ് ക്രേസി ക്രേവിങ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് നല്ലൊരു ചിക്കൻ പൊരിച്ചതാണ്. നല്ല അടിപൊളിയായിട്ട് ഉള്ള ഒരു ചിക്കൻ പൊരിച്ചത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വളരെ ടേസ്റ്റിയാണ്. ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ ഫ്രൈ എങ്ങനെ റെഡിയാക്കാൻ നോക്കാം. ഞാനിവിടെ 1.25 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഒരു ടീസ്പൂൺ വിനാഗിരി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത വെള്ളത്തിൽ ഒരു അരമണിക്കൂർ നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ചിരുന്നു. അത് കഴിഞ്ഞ ശേഷം കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. അപ്പോൾ ഇതിന് വേണ്ടത് കുറച്ച് വെളുത്തുള്ളി വേണം, ഒരു വലിയ കഷ്ണം ഇഞ്ചി, നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചിട്ട് നമുക്ക് വരാം. അരച്ചിട്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ കിട്ടും, ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് വേണ്ടത്. പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 1.25 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് വേണ്ടത് 1.5 ടീസ്പൂൺ പെരുംജീരകം, പിന്നെ 1 ടീസ്പൂൺ നല്ല ജീരകമാണ്. നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. പൊടിച്ചെടുത്തിട്ട് ഇതിലേക്കൊന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് മൈദ, കോൺഫ്ലോർ, അരിപ്പൊടി വേണം. അത് ഓരോ ടീസ്പൂൺ വെച്ച് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ മൈദ, 1 ടീസ്പൂൺ കോൺഫ്ലോർ, 1 ടീസ്പൂൺ അരിപ്പൊടി, ഇത്രയും ചേർത്ത് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് സ്പൂണിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചിട്ട് ഇനി നമുക്കൊരു മുട്ടയും കൂടെ വേണം. നമുക്കിതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. മുട്ട ചേർക്കുന്നത് ഒന്ന് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ മസാലയെല്ലാം ഈ പൊടികളും എല്ലാം ഒന്ന് ഇതിലൊന്ന് പിടിച്ചിരിക്കാനായിട്ട് മുട്ട ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് നന്നായിട്ട് കൈ കൊണ്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊരു 3/4 മണിക്കൂറൊന്ന് അവിടെ അടച്ചു വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഇത് പൊരിച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ പൊരിച്ചതാണ്. അപ്പോൾ നമുക്ക് ഇത് ഒരു 3/4 മണിക്കൂറായി. ഞാനിത് പൊരിച്ചെടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ സ്റ്റൗവിൽ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചൂടായതിന് ശേഷം ഓയിൽ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ കാണുന്ന അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ ബട്ടണും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യുമ്പോൾ അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്കിങ്ങനെ എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ചിക്കൻ ഒന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കണം. ഒരുപാട് തീ കൂട്ടി വെച്ചിട്ടൊന്നും ഫ്രൈ ചെയ്തെടുക്കണ്ട. നമ്മൾ തീ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലൊന്ന് എല്ലാം ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിത് 2 തവണയായിട്ടാണ് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് അടുത്ത സെക്ഷനും കൂടെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാടൊന്നും എണ്ണയൊന്നും ആവശ്യമില്ല, നമുക്ക് ഇത്രയും എണ്ണ മതിയാവും. ഇനി ഞാൻ കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു 5-6 പച്ചമുളകും കൂടെ ഇതുപോലെ കീറിയിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ഇനി വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഒരുപാടൊന്ന് കരിഞ്ഞു പോകാതെ മൂപ്പിച്ചെടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് അപ്പോൾ ഡ്രൈ ആയിട്ട് കിട്ടും. നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്.